കോഴിക്കോട് പുള്ളാവൂർ പുഴയിലെ കാര്യം നമുക്ക് ഒരുപക്ഷെ കേരളത്തിന് ഏറ്റവും അഭിമാനമായിട്ടുള്ള കാര്യമാണ്. അർജന്റീന ലോകകപ്പ് നേടിയ ആ വർഷം ഒരുപക്ഷെ ലോകത്തിൻ്റെ മുഴുവൻ ആ ശ്രദ്ധ പിടിച്ചു പറ്റിയത് അന്ന് പുള്ളാവൂർ പുഴയിൽ ഒരുക്കിയ ആ കട്ടൗട്ടറുകളിലൂടെയാണ്. മെസ്സിയുടെയും നെയ്മറുടെയും ഒപ്പം തന്നെ ക്രിസ്ത്യാനോയുടെയും ആ കട്ടൗട്ടറുകളിലൂടെ നമ്മൾ കേരളത്തിൻ്റെ പെരുമ, ഫുട്ബോൾ പെരുമ ലോകത്തിന് കാണിച്ചു കൊടുത്തത്. ആ പുള്ളാവൂർ പുഴയിൽ വീണ്ടും ഒരു അത്ഭുതമുണ്ട്. പുള്ളാവൂർ പുഴയിൽ അർജന്റീനയുടെ ആരാധകരുടെ ഫ്ലോട്ടിംഗ് സ്റ്റേഡിയം ഉയർന്നിരിക്കുകയാണ്. അർജന്റീന ടീമിലെ താരങ്ങളുടെയും കോച്ചിൻ്റെയും ചെറു കട്ടൗട്ടറുകളാണ് ഇത്തവണ അവർ ഉയർത്തിയിട്ടുള്ളത്. വർഷയുണ്ട് പുള്ളാവൂർ പുഴയുടെ പരിസരത്ത് നിന്ന്. വർഷ കഴിഞ്ഞ തവണ അത്ഭുതപ്പെടുത്തിയതാണ്, ലോകത്തെ അത്ഭുതപ്പെടുത്തിയതാണ് പുള്ളാവൂരുകാർ. ഇത്തവണ എന്ത് വിസ്മയമാണ് ഒരുക്കിയിട്ടുള്ളത്? അനിൽ, ഇത്തവണ പുള്ളാലൂരിലെ അർജന്റീന ഫാൻസ് ഒരുക്കി വിസ്മയമാണിതാ എന്റെ പുറകിൽ കാണുന്ന ഇത്. ഈ പുള്ളാലൂർ പുഴയിലെ ഈ ഫ്ലോട്ടിംഗ് കട്ടൗട്ട് ഒരു കളിക്കാരനല്ല, എല്ലാവരും, അതായത് മെസ്സി മാത്രമല്ല എല്ലാ പ്ലേയേഴ്സും അണിനിരന്നുള്ള ഒരു കട്ടൗട്ടാണ് ഇത്തവണ അർജന്റീന ഫാൻസ് ഒരുക്കിയത്. അതും ഒരു ഫ്ലോട്ടിംഗ് കട്ടൗട്ട്. അല്പസമയം മുൻപാണ് ഈ പുള്ളാലൂർ പുഴയിൽ ആ കട്ടൗട്ട് ഉയർന്നിട്ടുള്ളത്. എന്തായാലും വലിയ ആവേശത്തിലാണ് ഈ പുള്ളാലൂരിലെ അർജന്റീന ഫാൻസ് ഉള്ളത്. കഴിഞ്ഞ ദിവസമാണ് ബ്രസീൽ ഫാൻസിന്റെ കട്ടൗട്ട്, ഇതാ നമുക്ക് കാണാം, നെയ്മറിന്റെ കട്ടൗട്ട് ഇവിടെ ഈ പുള്ളാവൂർ പുഴയിൽ ഉയർന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഇന്നിതാ അർജന്റീന ഫാൻസിന്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള വിസ്മയമായിട്ടുള്ള കട്ടൗട്ട് ഇവിടെ വന്നിട്ടുള്ളത്. എന്തായാലും അർജന്റീന ഫാൻസ് ഇവിടെ എത്തിയിട്ട് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. എന്തായാലും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വിസ്മയം ഒരുക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ആശയം തന്നെയാണല്ലോ. സർപ്രൈസ് ഒരുക്കുന്നായിരുന്നു പറഞ്ഞത്. വലിയൊരു സർപ്രൈസ് തന്നെയായി. ഞങ്ങൾ മുമ്പേ പറഞ്ഞതാണല്ലോ ഇവിടെ പുള്ളാവൂർ സർപ്രൈസ് ഒരുക്കുന്നുള്ളത്. അതാണ് ഇപ്പോൾ കണ്ടത്. രണ്ടാഴ്ചയോളായിട്ട് സസ്പെൻസിൽ വെച്ചതായിരുന്നു. അതിൻ്റെ ഒരു ലോഞ്ചിങ് ആണ് ഇന്ന് ഇവിടെ നടന്നത്. കഴിഞ്ഞ തവണ ലോകത്തെ തന്നെ നെട്ടിച്ചൊരു കട്ടൗട്ട് ആയിരുന്നു പുള്ളാവൂരുണ്ട്. ഇത്തവണ ഒരു വെറൈറ്റി ആയി. ഇത് ഞങ്ങൾ കഴിഞ്ഞ വർഷം തന്നെ പ്ലാൻ ചെയ്ത് വെച്ചതാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് എല്ലാ ദിവസങ്ങളും നമ്മൾ ഇതിനെക്കുറിച്ചുള്ള ആലോചനകളും ബാക്കി കാര്യങ്ങളൊക്കെ നടത്തി. വളരെ പെട്ടെന്നാണ് ഇങ്ങനെ ഇത് സംഭവം തുടങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയും അന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ പ്ലാനിങ്ങുകളൊക്കെ. ഇപ്പോൾ കുറച്ച് ഡിലേ ആയിപ്പോയി, കാലാവസ്ഥ ഒക്കെ പ്രതികൂലമായതുകൊണ്ട് കുറച്ച് സമയം വൈകിയതാണ്. ഒരാളല്ല, എല്ലാ പ്ലേയേഴ്സും ഉണ്ട്, അതാണ് പ്രത്യേകത അല്ലേ? അതെ അതെ, ഇവിടെ എല്ലാവരും കൂടി ഒന്നിച്ചാണ് ഇതൊക്കെ ചെയ്തത്. അപ്പൊ എന്തായാലും വലിയ ആവേശത്തിലാണ് എല്ലാവരും ഉള്ളത്. അർജന്റീന ഫാൻസ് എല്ലാവരും എടുത്തിട്ടുണ്ട്. ഒപ്പം കഴിഞ്ഞ ദിവസം ബ്രസീലിന്റെ കട്ടൗട്ട് ഇവിടെ ഉയർന്നപ്പോൾ വലിയ ചോദ്യമായിരുന്നു പുള്ളാവൂരിലെ അർജന്റീന ഫാൻസിന്റെ കട്ടൗട്ട് എന്തായിരിക്കും എന്നുള്ളത്. അതിനുള്ള ഉത്തരമാണ് വന്നിരിക്കുന്നത്. എന്ത് തോന്നുന്നു, ഇത്തവണ കപ്പ് അർജന്റീന അടിക്കും? ഉറപ്പായിട്ട് അടിക്കും. ബ്രസീലെ കൊണ്ടുവന്ന ഉറപ്പാണല്ലോ, ഉറപ്പാണ്. ബ്രസീൽ ഫാൻസ് ഇവിടെ ഉണ്ട്. ബ്രസീൽ തന്നെ കൊണ്ടുവന്നു. ബ്രസീലോ കഴിഞ്ഞല്ലോ പുറത്തായി പോയില്ല. അർജന്റീനയുടെ കട്ടൗട്ടിന് എന്ത് തോന്നുന്നു? അറിയില്ല, ബ്രസീലൊന്നും ഇല്ലപ്പോ, അർജന്റീന ഉള്ളൂ. എന്തായാലും ഈ അർജന്റീന ഫാൻസിന്റെ കട്ടൗട്ട് കാണാൻ വേണ്ടി ബ്രസീൽ ഫാൻസ് എല്ലാം എത്തിയിട്ടുണ്ട്. വെറൈറ്റി ആയിട്ടുള്ള ഒരു ആശയം തന്നെയാണ് ഇത്തവണ പുള്ളാവൂരിൽ ഈ അർജന്റീന ഫാൻസ് ഒരുക്കിയിരിക്കുന്നത്. അനിൽ, അതാണ് വർഷ. കഴിഞ്ഞ തവണ ആ പുള്ളാവൂരിലെ അത്ഭുതം കണ്ടവർ ഇത്തവണ ചോദിച്ചത് ഒരേ ഒരു ചോദ്യമാണ്, പുള്ളാവൂരിൽ ഇത്തവണ എന്തുണ്ട് എന്നതായിരുന്നു ഇതുവരെയുള്ള ചോദ്യം. അതിനുള്ള ഉത്തരം ഇതാ കൺമുന്നിൽ കാണുന്നു, ദൃശ്യങ്ങളിൽ കാണുന്നു. ഒരു മിനി സ്റ്റേഡിയം, ഒഴുകി നടക്കുന്ന ഒരു സ്റ്റേഡിയം. മെസ്സിയുണ്ട്, മെസ്സിപ്പടയുണ്ട്. ലോകകിരീടം നിലനിർത്താനെത്തുന്ന അർജന്റീന ഇങ്ങനെ ആ ഓളപ്പരപ്പിലൂടെ ഒഴുകിപ്പോകുന്ന കാഴ്ച നമുക്ക് കാണാം. കഴിഞ്ഞ തവണ മെസ്സിയാണ് ആദ്യം വന്നത്, മെസ്സിയുടെ കട്ടൗട്ടാണ് ആദ്യം വന്നത്. പിന്നാലെ നെയ്മാറും പോർച്ചുഗലിൻ്റെ ക്രിസ്ത്യാനോ റൊണാൾഡോയും ഒക്കെ തന്നെ വന്നു. സൗദിയുടെ പോലും ഫ്ലക്സ് അവിടെ ഉയർന്നതാണ്. അതിനൊക്കെ തന്നെ ശേഷം ഇത്തവണ എല്ലാവരും ചോദിച്ചത് ഒരു ചോദ്യം, ഇത്തവണ മറ്റു പലയിടങ്ങളിലും സമാന രീതിയിൽ കട്ടൗട്ടറുകളൊക്കെ തന്നെ ഉയർന്നപ്പോൾ ഇല്ലെങ്കിൽ കൂറ്റൻ 450 550 അടിയുടെയും ഒക്കെ തന്നെ ഫ്ലക്സുകൾ ഉയർത്താൻ ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞത് പുള്ളാവൂരിൽ ഇത്തവണ ഒന്നുമില്ലേ എന്നുള്ളത്. ഉണ്ട്, പുള്ളാവൂരുകാരുടെ ഉത്തരം ഇതാണ്. എന്തായാലും ആവേശകരമായ ആ കാഴ്ചയോടുകൂടിയാണ് നമ്മുടെ ഗോൾക്കാന തുടങ്ങി വെക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.